കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഉത്തരകാണ്ഡം 5-ാം സർഗം നമ്മൾ 10-ാമത്തെ ശ്ലോകം ചെയ്തു. വലിയ തത്വമാണ്, രാമഗീതയാണ് നമ്മൾ പറയണതല്ലോ. അപ്പോൾ ആ 10-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞാൽ വെച്ചാൽ നിത്യനൈമിത്തികമായിട്ടുള്ള കർമ്മങ്ങളൊന്നും അനുഷ്ഠിച്ചതുകൊണ്ട് അജ്ഞാനനാശോ അല്ലെങ്കിൽ നമ്മുടെ രാഗദ്വേഷാദികൾക്ക് രാഗദ്വേഷാദികൾ നശിക്കുകയോ ചെയ്യില്ല. അതായത് അതുകൊണ്ട് അതുകൊണ്ടൊന്നും നമുക്ക് അജ്ഞാനനാശം ഉണ്ടാവില്ല. അത് ഈ ഓരോ ക്ഷണഭങ്കുരങ്ങളായിട്ടുള്ള ഭോഗങ്ങളിലൊക്കെ നമുക്ക് ആശയം ഉണ്ടാവും തോറും വീണ്ടും ജനനമരങ്ങൾ സംഭവിക്കും. അങ്ങനെയാവുമ്പോൾ അങ്ങനെ നമ്മൾ അതിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കർമ്മബന്ധനം ഉണ്ടാവും. അതുകൊണ്ട് സംസാരത്തിന് അതുകൊണ്ട് നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല വിവേകമുള്ള ഒരാൾ ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കാൻ കഴിവുള്ള വേദാന്ത വാക്യങ്ങളെ അല്ലെങ്കിൽ മഹാവാക്യങ്ങളൊക്കെ ഗുരുമുഖത്തു നിന്ന് കേട്ട് അത് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് ഉറപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് അജ്ഞാനം കൊണ്ട് അജ്ഞാനം കൊണ്ട് തന്നെ അജ്ഞാനം നീക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഇനി 11 അതിപ്പോൾ ചിലപ്പോൾ നമുക്ക് ഗുരുവിൻ്റെ ആവശ്യം ഉണ്ടാവേ. നനുക്രിയ വേദമുഖേന ചോദിത യഥൈവ വിദ്യ പുരുഷാർത്ഥ സാധനം കർത്തവ്യത പ്രാണഭൃത പ്രചോദിത വിദ്യാസഹായത്വമുപൈതി സാ പുനഃ. എന്താ പറയുക വെച്ചാൽ യഥാ വിദ്യ പുരുഷാർത്ഥ സാധനം, യാതൊരു വിധത്തിൽ വിദ്യ പുരുഷാർത്ഥമാണോ തഥാ ക്രിയ വേദമുഖേന ചോദിത, അതേപോലെ തന്നെ ക്രിയയും വേദമുഖത്താൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രാണഭൂത കർത്തവ്യത ചോദിത, ഈ പ്രാണനുള്ളവന് അതായത് ജീവൻ നിലനിൽക്കുന്നോളം നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് പ്രാണഭൂത കർത്തവ്യത ചോദിത. എല്ലാവരും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നു പ്രാണൻ നിൽക്കണത്തോളം. സ പുനഃ വിദ്യാസഹായത്വം ഉപേതി, അത് പിന്നെ വിദ്യയുടെ സഹായത്തെ പ്രാപിക്കുന്നു. എന്താ അതിനെ പറഞ്ഞാൽ വെച്ചാൽ ജ്ഞാനം കൊണ്ട് മാത്രമേ നമുക്ക് മോക്ഷം ലഭിക്കുള്ളൂ. അതായത് കർമ്മം കൊണ്ട് ജ്ഞാനം സമ്പാദിക്കാം എന്നുള്ളത് ശരിയല്ല എന്ന് പറയാണ്. കർമ്മം കൊണ്ട് മനഃശുദ്ധി വന്നിട്ട് ജ്ഞാനം ഉദിച്ചാൽ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ. അല്ലാണ്ട് കർമ്മം ചെയ്തത് കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടില്ല. കർമ്മം ചെയ്ത് മനഃശുദ്ധി വന്ന് ആ മനസ്സിൽ ജ്ഞാനം ഉദിച്ചിട്ട് തന്നെ വേണമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയണേ, അപ്പോൾ അതായത് കർമ്മം കൊണ്ട് ജ്ഞാനം സാധിക്കുന്നുള്ള അതിനെ ഖണ്ഡിക്കാൻ നോക്കുകയാണ് കേട്ടോ. അതായത് വേദം പുരാണം ഇവയൊക്കെ ജ്ഞാനത്തെ മോക്ഷസാധനമായിട്ട് പറയുന്നുണ്ട് അല്ലേ. വേദം പറയുന്നുണ്ട്, വേദം ഓഫ് കോഴ്സ് അതെ. പിന്നെ പുരാണങ്ങൾ വേദങ്ങളിലത്തെ തത്വങ്ങൾ അടങ്ങിയതാണ്. അതുകൊണ്ട് പുരാണങ്ങളും ജ്ഞാനം ലഭിക്കാൻ നമുക്ക് വളരെ സഹായമാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കർമ്മത്തിനെക്കുറിച്ചും പറയുന്ന കർമ്മകാണ്ഡി, അതായത് ഇങ്ങനെ പറയുന്നുണ്ട്, ഉപാഭ്യാമേവ പക്ഷാഭ്യാം യഥാഖേ പക്ഷിണാം ഗതിഹി തഥൈവ ജ്ഞാനകർമ്മഭ്യാം പ്രാപ്യതേ ബ്രഹ്മശാശ്വതം. അതായത് 2 ചിറകുകളുടെ സഹായത്തോടെ പക്ഷികൾ എങ്ങനെയാണ് ആകാശത്തിൽ സഞ്ചരിക്കുന്നത്, അതുപോലെ ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും 2 പക്ഷികളെ ചിറകുകളെ പോലെയാണെന്ന്. ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും സഹായം കൊണ്ട് നമുക്ക് ശാശ്വത ബ്രഹ്മത്തിനെ പ്രാപിക്കാം എന്ന് പറയുന്നുണ്ടെന്ന്. അത് കേട്ടാൽ നമുക്ക് തോന്നും കർമ്മവും മോക്ഷസാധനമാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. ജീവന്മാർക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് കർമ്മം ചെയ്യേണ്ടി വരും. പക്ഷേ ആ കർമ്മം മനഃശുദ്ധി വരാനുള്ള കർമ്മമാവണേ.
അതായത് അങ്ങനെ മനഃശുദ്ധി വരാനുള്ള കർമ്മം മാത്രമേ ജ്ഞാനത്തിന് സഹായമാവുള്ളൂ എന്ന് പറയുകയാണ്. അപ്പം ഈ ഒരു ശ്ലോകത്തിൽ എന്താ പറഞ്ഞ വെച്ചാൽ ജ്ഞാനം മാത്രമാണ് മോക്ഷകാരണം. ജ്ഞാനവും കർമ്മവും രണ്ട് പക്ഷികൾ, അതായത് ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ, രണ്ട് ചിറകും കൂടിയിട്ടല്ലേ പക്ഷി പറക്കണത്, ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ ജ്ഞാനവും കർമ്മവും കൂടിയിട്ടാണ് മോക്ഷം കിട്ടണമെന്ന് പറഞ്ഞാൽ ശരിയല്ല. നമുക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം ആ കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്ത, കർമ്മബന്ധനമില്ലാതെ പതുക്കെ നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ല കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്ത കർമ്മബന്ധനങ്ങളൊക്കെ ഇല്ലാതെയായിട്ട് മനസ്സ് നല്ലോണം പരിശുദ്ധമാവുമ്പോൾ അതിൽ ജ്ഞാനം ഉദിക്കും. എന്നിട്ട് ശരിക്ക് അവസാനം ജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷം കിട്ടുന്നുള്ളൂ. കർമ്മം അതിനൊരു സഹായമാകണു, അത്രയേ ഉള്ളൂ എന്ന്. അപ്പോൾ രണ്ട് ചിറകുകളുടെ സഹായം കൊണ്ട് പക്ഷികൾ പറക്കണ്ടല്ലോ, അതുപോലെ പിന്നെ കർമ്മം ജ്ഞാനത്തിനൊരു സഹായം, അത്രയേ ഉള്ളൂ. കർമ്മം കൊണ്ട് പിന്നെ ജ്ഞാനം കിട്ടില്ല, അല്ലെങ്കിൽ മോക്ഷം കിട്ടില്ല. കർമ്മം ജ്ഞാനം കൊണ്ടൊരു സഹായം, ജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷം കിട്ടൂ. നനുക്രിയാവേദമുഖേന ചോദിത യഥൈവ വിദ്യാ പുരുഷാർത്ഥ സാധനം കർത്തവ്യത പ്രാണഭൃത പ്രചോദിത വിദ്യാസഹായത്വമുപൈതി സാ പുനഃ. ഇനി 12. കർമാകൃതൗ ദോഷമഭിശ്രുതിർജഗൗ തസ്മാത് സദാ കാര്യമിദം മുമുക്ഷുണ നനു സ്വതന്ത്ര ധ്രുവകാര്യകാരിണി വിദ്യ ന കിഞ്ചിന്മനസാപ്യപേക്ഷതേ. കർമാകൃതവും, കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ, ദോഷം അഭിശ്രുതി ജഗൗ, കർമ്മം ചെയ്യാതിരിക്കുന്നത് ദോഷാണെന്നും വേദം പറയുന്നുണ്ട്, ശ്രുതി പറയുന്നുണ്ട്. എന്താണെന്നോ, ഒരു കർമ്മവും ചെയ്യാതിരുന്നാലും അത് ദോഷ പറയുന്നുണ്ട്. തസ്മാൽ ഇതം മുമുക്ഷുണ സദാ കാര്യം, അതുകൊണ്ട് ഇത് കർമ്മം, അതുകൊണ്ട് ഈ കർമ്മം മുമുക്ഷുവിനാൽ എപ്പോഴും ചെയ്യപ്പെടണം. നനു എന്നാൽ ധ്രുവകാര്യകാരിണി സ്വതന്ത്ര വിദ്യ, അതായത് ധ്രുവമായ കാര്യത്തെ ജനിപ്പിക്കുന്ന ഈ വിദ്യ മനസാപി കിഞ്ചിത് ന അപേക്ഷത, മനസ്സുകൊണ്ടുകൂടെ ഒന്നിനെയും അപേക്ഷിക്കുന്നില്ല. എന്താ പറഞ്ഞ വെച്ചാൽ വലിയ അർത്ഥങ്ങളാണ് പറഞ്ഞത്. കർമ്മം ചെയ്യാതിരിക്കുന്നതായാൽ നമുക്ക് പാപാണ്, ദോഷാണെന്ന് വേദം പറയുന്നുണ്ട്. അതായത് പിന്നെ ആരാണ് ദിവസേന നിത്യനൈമിത്യ കർമ്മങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ അഗ്നിഹോത്രം ചെയ്യുന്നുണ്ട്, അത് വെറുതെ പെട്ടെന്ന് നിർത്തുകയൊക്കെ ചെയ്തു വെച്ചാൽ അത് ദോഷാണെന്ന് പറയും. അതായത് ജീവിതകാലം മുഴുവൻ അഗ്നിഹോത്രം നടത്തേണ്ടതാണ്, വയ്യാണ്ടെ ആവണ വരെ. അതുകൊണ്ട് എപ്പോഴും ഈ മോക്ഷത്തിൽ ആഗ്രഹമുള്ളവർ എപ്പോഴും നമ്മൾ ചെയ്യുന്ന നിത്യനൈമിത്യ കർമ്മങ്ങളെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശാശ്വതമായ മോക്ഷം നൽകുന്നതിൽ ആ ജ്ഞാനം ഉണ്ടല്ലോ, അത് ഇൻഡിപെൻഡൻ്റാണ്. അതായത് ജ്ഞാനത്തിന് ശരിക്ക് ജ്ഞാനം ഉദിച്ചാൽ പിന്നെ ഒന്നിൻ്റെ സഹായം വേണ്ട. ശരിക്ക് ആ ജ്ഞാനം ഒന്നിനെയും ആശ്രയിക്കണില്ല, സ്വതന്ത്രമാണ്. പരസഹായം സ്മരിക്കണ പോലും ഇല്ല. വിദ്യ മീൻസ് ജ്ഞാനം തന്നെ. അതായത് ഇരുട്ടിനെ നശിപ്പിക്കാൻ വെളിച്ചത്തിന് വേറൊരാളുടെ സഹായം വേണ്ടല്ലോ, അതുപോലെയാണ് അജ്ഞാനം നശിപ്പിക്കാൻ ജ്ഞാനത്തിന് വേറൊരാളുടെ സഹായം വേണ്ട. ഇതിങ്ങനെ വേദം പറയുമെങ്കിലും അതൊക്കെ ആ കർമ്മം കൊണ്ട് ശുദ്ധി നേടാൻ മാത്രമാണ്. നമുക്ക് ഒരിക്കലും നൈമിത്യ കർമ്മങ്ങൾ പിന്നെ സ്റ്റോപ്പ് ചെയ്യരുതെന്നൊക്കെ പറയണത് അതാണ്. അത് നിർത്തരുതെന്നൊക്കെ. അതൊക്കെ ഞാൻ ഉദിച്ചു കഴിഞ്ഞാൽ നിത്യനൈമിത്യ കർമ്മങ്ങളൊന്നും വേണ്ട. ചിലപ്പോൾ നിത്യനൈമിത്യ കർമ്മങ്ങളൊന്നും ചെയ്യാത്തവർക്ക് ജ്ഞാനം ഉദിക്കണത് കാണാം, ജ്ഞാനികളാവാം. അപ്പോൾ ശരിക്കും പറയിച്ചാൽ ജ്ഞാനം അല്ലെങ്കിൽ വിദ്യ സ്വതന്ത്രമാണ്, ഒന്നിനെ ആശ്രയിക്കണില്ല. ഏതുപോലെ ഇരുട്ടിനെ അകറ്റാൻ വെളിച്ചത്തിന് ആരുടെയും സഹായം വേണ്ടല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അതിലിപ്പോൾ നമ്മളോട് പറയണത് എന്താ വെച്ചാൽ കർമ്മമൊക്കെ ചെയ്യണം, പക്ഷേ കർമ്മം കൊണ്ട് മാത്രം, കർമ്മയോഗം കൊണ്ട് നമുക്ക് മനഃശുദ്ധി ഉണ്ടാവുകയുള്ളൂ. കർമ്മയോഗം കൊണ്ട് മോക്ഷം കിട്ടില്ല. എന്നാൽ പിന്നെ എന്താ കർമ്മം ചെയ്യണം വെച്ചാൽ കർമ്മം ചെയ്യണം. മനസ്സ് ശുദ്ധമാകുന്നത് വരെ കർമ്മം ചെയ്താൽ ശുദ്ധമായ മനസ്സിലെ ജ്ഞാനം ഉദിക്കൂ. അതുകൊണ്ടാണ് കർമ്മം സഹായമാവണത്. അല്ലാണ്ട്
ശരിക്കും ജ്ഞാനം കർമ്മത്തിനെ ആശ്രയിക്കുന്നില്ല, ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. അതാണ് ഇതിൽ പറഞ്ഞത്. കർമാകൃതവും ദോഷമഭി, അതായത് ഒരു കർമ്മം ചെയ്യാണ്ട് തന്നെ നല്ല പിന്നെ എന്താണ് ശുദ്ധ മനസ്സാണെങ്കിൽ ഞാൻ ഉദിക്കും. കർമാകൃതൗ ദോഷമഭിശ്രുതിർജഗൗ തസ്മാൽ സദാ കാര്യമിതം മുമുക്ഷുണ നനു സ്വതന്ത്ര ധ്രുവകാര്യകാരിണി വിദ്യാന കിഞ്ചിൻ മനസാപ്യപേക്ഷതേ. അതാണ് അതിൽ പറഞ്ഞത്. ഇനി 13. ന സത്യകാര്യോഭിഹി യദ്വദധ്വരഃ പ്രകാംക്ഷതേന്യാനഭികാരകാധികാൻ തഥൈവ വിദ്യാ വിധിത പ്രകാശിതൈർ വിശിഷ്യതേ കർമ്മഭിരേവ മുക്തയേ. ന അല്ല സത്യകാര്യം എന്നുവെച്ച അല്ല, സത്യകാര്യാഭി അധ്വര, സത്യമാണെങ്കിലും യാഗം, സത്യകാര്യമാണെങ്കിലും യാഗം അന്യാൻ കാരകാധികാൻ അഭി അപേക്ഷതേ, മറ്റുള്ള കാരകാദികളെ അപേക്ഷിക്കുന്നു. യാഗമൊക്കെ കേട്ടോ, ഇനി അതിലേക്ക് ഞാൻ വരാം. തഥാ ഏവ വിദ്യ, അപ്രകാരം തന്നെ വിദ്യ വിധിത പ്രകാശിതൈ കർമ്മഭി ഏവ മുക്തയെ വിശിഷ്യതേ. അതേപോലെ തന്നെ വിദ്യ വിധി വാക്യങ്ങളെ കൊണ്ട് പ്രകാശിക്കപ്പെട്ട കർമ്മങ്ങളോടുകൂടി തന്നെ മുക്തിക്കായിക്കൊണ്ട് വിശേഷിക്കപ്പെടുന്നു. ഇനി എന്താ പറഞ്ഞ വെച്ചാൽ, ഈ കർമ്മവും ജ്ഞാനവും ഒരുപോലെ വേണം മോക്ഷത്തിൽ നിന്ന് പറയുന്ന ആളോടുള്ള ഉത്തരമാണ് കേട്ടോ. വിദ്യ വേറൊരാളെ ആശ്രയിക്കാതെ തന്നെ, അല്ലെങ്കിൽ വിദ്യ അല്ലെങ്കിൽ ജ്ഞാനം എന്നാണ് കേട്ടോ ഇവിടെ വിചാരിക്കുന്നത്. വിദ്യ വെച്ചാൽ ശരിക്കുള്ള ബ്രഹ്മവിദ്യ. ഈ ബ്രഹ്മവിദ്യ ഒന്നിനെയും ആശ്രയിക്കാതെ മോക്ഷഫലത്തെ നൽകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞത് ബ്രഹ്മവിദ്യ സ്വതന്ത്രമാണെന്ന്. എന്താ അത് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് അത്ര പെട്ടെന്ന് അത് സ്വീകരിക്കാൻ പറ്റില്ല? എന്താ കാരണം വെച്ചാൽ ശരിക്കും അതാണ് സത്യം. എന്താ സത്യം? ഈ ബ്രഹ്മവിദ്യ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല, സ്വതന്ത്രമാണെന്ന്. പക്ഷേ ഈ യാഗങ്ങളൊക്കെ ഒരിക്കലും ക്ഷയിക്കാത്ത ഫലത്തെ തരുന്ന വേദം പറയുന്നുണ്ട്. എന്താ വെച്ചാൽ അക്ഷയ്യം ഹവൈ ചാതുർമാസ്യയാജിന സുഹൃതം ഭവതീന്ന്. അതായത് യാഗങ്ങളെ കൊണ്ട് നമുക്ക് ഒരിക്കലും നശിക്കാത്ത സുഹൃതം ലഭിക്കും എന്ന് പറയേണ്ട വേദം. പക്ഷേ അപ്പോൾ നമ്മൾ ഇപ്പം ഈ എന്താണ് ജ്ഞാനം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ജ്ഞാനം സ്വതന്ത്രമാണ് കർമ്മത്തിൽ നിന്ന് ഉള്ളത് തെറ്റായി തോന്നും നമുക്കത് വായിച്ചാൽ. എന്താ വെച്ചാൽ വേദത്തിൽ പറയുന്നുണ്ട് യാഗം ചെയ്തിട്ടുള്ള സുഹൃതം ക്ഷയമില്ലാത്തന്ന് പറയുന്നുണ്ട്. പക്ഷേ യാഗം ചെയ്യണമെങ്കിൽ അനവധി കാര്യങ്ങളെ ആശ്രയിക്കണം. വേണ്ടേ? യാഗത്തിന് എന്തെല്ലാം ദ്രവ്യങ്ങൾ വേണം, പുരോഹിതന്മാർ വേണം, എല്ലാം വേണം. അപ്പം യാഗം ചെയ്താലത്തെ സുഹൃതം ക്ഷയിക്കില്ല എന്ന് പറഞ്ഞാലും അങ്ങനെ യാഗം ചെയ്യണമെങ്കിൽ എത്രയോ ആൾക്കാരെ സഹായിക്കണം. സ്വതന്ത്രമല്ല, യജിപ്പിക്കാനും ഒക്കെ അന്യന്മാരെ, അല്ലേ? നമുക്ക് പുരോഹിതന്മാരൊക്കെ വേണം. അതുപോലെ മോക്ഷത്തെ ജനിപ്പിക്കാൻ വിദ്യയ്ക്ക് കർമ്മം വേണ്ടേ എന്ന് ചോദിക്കാം. കർമ്മം കൊണ്ട് മനഃശുദ്ധി വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ വിധിയിൽ പറയണം, അല്ലെങ്കിൽ ശ്രുതിയിലൊക്കെ വേദത്തിൽ പറയപ്പെടുന്ന നിത്യനൈമിത്തികാദി കർമ്മങ്ങളോടുകൂടിയ വിദ്യയും, അപ്പോൾ പറഞ്ഞ മുഴുവൻ തെറ്റാ പറയൂല്ല. കാരണം നിത്യനൈമിത്തിക കർമ്മങ്ങൾ ചെയ്തോളൂ. ചെയ്യണതിൻ്റെ ഉദ്ദേശം ഒന്നും സകാമായിട്ട് പാടില്ല. ചെയ്യണതിൻ്റെ ഉദ്ദേശം എന്ത്? ഭഗവത് അർപ്പിതമായിട്ട് മോക്ഷത്തേക്കുള്ള മാർഗം തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് മനഃശുദ്ധിക്ക് ചെയ്യണം. എന്നാൽ ശരിയാണ്. അപ്പം വിദ്യ, അതായത് ബ്രഹ്മവിദ്യ മോക്ഷത്തെ സാധിപ്പിക്കാൻ സമർത്ഥാണ്. പക്ഷെ അവിടെ എത്തിക്കിട്ടണ്ടേ? ബ്രഹ്മവിദ്യ തെളിയണമെങ്കിൽ മനഃശുദ്ധി വേണം. അതിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം കർമാപേക്ഷ ഇല്ലാതെ മോക്ഷം നൽകണേന് പിന്നെ നമുക്ക് കിട്ടുന്നതാണ് സത്യമെങ്കിലും ഈ വേദം ഇങ്ങനെ പറയണമല്ലോ. എന്താ വെച്ചാൽ യാഗങ്ങൾ ചെയ്താൽ സുഹൃതം ക്ഷയിക്കാത്തന്ന് പറയണമല്ലോ. ശരിയാണ്, അത് ഒരു നിലയ്ക്ക് ശരിയാണ്. എന്താ വെച്ചാൽ ഈ യാഗങ്ങൾ ചെയ്യണമെങ്കിൽ സ്വതന്ത്രമല്ല, യാഗം അനവധി ആളെ അപേക്ഷിക്കണം. അങ്ങനെ അപേക്ഷിച്ച് ചെയ്ത യാഗം നമ്മളെ മനഃശുദ്ധി ഉണ്ടാക്കിയിട്ട്
ബ്രഹ്മവിദ്യയ്ക്ക് പ്രാപ്തമാക്കണു, അത്രയേ ഉള്ളൂ. അപ്പോൾ ശരിക്ക് കർമ്മം സഹായിക്കണമെന്നും പറയാം, ശരിക്ക് കർമ്മം സഹായിക്കണമെന്ന് പറയണം ആ നിലയ്ക്ക്. പക്ഷെ ശരിക്ക് ബ്രഹ്മവിദ്യ സ്വതന്ത്രമാണ് എന്നാണ് പറയണത് കേട്ടോ. എന്നാൽ സത്യകാര്യോ ബിഹിയദ്വതധ്വര പ്രകാംക്ഷതേന്യാനബി കാരകാധികാൻ തഥൈവ വിദ്യാവിധിത പ്രകാശിതേർ വിശിഷ്യതേ കർമ്മഭിരേവ മുക്തയേ. ഇനി കേജിദ്വത, അതായത് രണ്ട് പക്ഷം പറയുകയാണേ. അതായത് ഒരു പക്ഷത്തിൽ പറയണത് കർമ്മം ഇതിന് സഹായമാണെന്ന്, മറ്റേൽ പറയുകയാണ്, സമർത്ഥിക്കുകയാണ് കർമ്മത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് സ്വതന്ത്രമാണെന്ന്. അങ്ങനെ രണ്ടും കൂടി പറയുകയാണ്. കേജിത്, അതായത് പൂർവപക്ഷം ഉത്തരപക്ഷം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയാണ് പറയണതേ. പൂർവപക്ഷം അല്ല എന്ന് പറയുമ്പോൾ ഉത്തരപക്ഷം ആണെന്ന് സ്ഥാപിക്കാൻ നോക്കുക. അതുപോലത്തെ ഒരു സംവാദമാണ്. കേജിദ്വദന്തീതി വിതർക്കവാദിനസ്തദപ്യസദൃഷ്ടവിരോധകാരണാൽ ദേഹാഭിമാനാദഭിവർദ്ധതേ ക്രിയാ വിദ്യാഗതാഹം കൃതിത പ്രസിദ്ധ്യതി. വിതർക്കവാദിന കേജിത് ഇതി വദന്തി. വിതർക്കം, അതായത് ഭയങ്കര തർക്കിക്കുന്ന ചിലർ ഇങ്ങനെ പറയണു, ദൃഷ്ടവിരോധ കാരണാൽ തദ് അഭി അസദ്. ഈ പ്രത്യക്ഷമായിട്ടുള്ള വിരോധം കാരണം അതും ശരിയല്ല. ദേഹാഭിമാനാത് ക്രിയാഭിവർദ്ധതേ. ദേഹാഭിമാനം കാരണം കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണു, കർമ്മം കൂടിക്കൂടി വരുന്നു. ദേഹാഭിമാനം കൊണ്ട് സകാമകർമ്മങ്ങൾ കൂടിക്കൂടി വരുന്നു. വിദ്യ ഗതാഹംകൃതിത പ്രസിദ്ധി. വിദ്യയാകട്ടെ അഹങ്കാരം നശിച്ചവനേ ഉള്ളൂ. അപ്പോൾ ദേഹാഭിമാനത്തോടുകൂടി കർമ്മം ചെയ്തിട്ട് ഒരു കാര്യമില്ല ജ്ഞാനം കിട്ടാൻ എന്നാണ് പറയണത്. അതായത് ഈ ആദ്യം പറഞ്ഞില്ലേ കർമ്മം കൊണ്ട് കാര്യമുണ്ടെന്ന് പറയണതിനെ എതിർത്ത് പറയുകയാണ്. എന്താ അറിയോ, തർക്കത്തിനെ ആശ്രയിച്ച് വാദിക്കുന്ന ചിലർ വിദ്യയും അതായത് ബ്രഹ്മവിദ്യയും കർമ്മവും ചേർന്നിട്ടാണ് നമുക്ക് മോക്ഷം കിട്ടുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ഒട്ടും സ്വീകാര്യമല്ല. എന്താച്ചാൽ കർമ്മം മോക്ഷം ലഭിക്കാൻ ഉപകാരമാവുമെന്ന് പറയുന്നത് ഒട്ടും സ്വീകാര്യമല്ല. എന്താച്ചാൽ അതേപോലെ തന്നെയാണ് കർമ്മം ജ്ഞാനവും കൂടിയിട്ട് മോക്ഷം കിട്ടുമെന്ന് പറയണതും തെറ്റാണ്. എന്താ കാരണം വെച്ചാൽ അതായത് ദേഹാഭിമാനം ഉള്ള ഒരാൾ, ആത്മാവല്ലല്ലോ, അനാത്മാവാണ് ഈ ജഡദേഹം. ആ അനാത്മാവായിട്ടുള്ള ഈ ദേഹേന്ദ്രിയാദികളിലൊക്കെ ഞാൻ ആത്മാവാണ് എന്നുള്ള തോന്നലാകുന്ന അഹങ്കാരം നിമിത്തം എന്താ ഉണ്ടാവണേ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ചുരുക്കം പറയാച്ചാൽ ദേഹാഭിമാനം കൊണ്ട് എന്താ ഉണ്ടാവണം വെച്ചാൽ അഹങ്കാരം, ദേഹാഭിമാനം കൊണ്ട് അഹങ്കാരം വർദ്ധിച്ചിട്ട് നമ്മൾ സകാമകർമ്മങ്ങൾ ഒരുപാട് ചെയ്യും. ഒരുപാട് കർമ്മങ്ങൾ കൂടും ചെയ്യണത് ദേഹാഭിമാനം കൊണ്ടുള്ള അഹങ്കാരം വർദ്ധിച്ചിട്ടേ. അപ്പോൾ എന്താ ഉണ്ടാവണ, ഒക്കെ സകാമകർമ്മമാണ്, കർമ്മബന്ധനം. അപ്പോൾ അത് നമ്മുടെ മനസ്സിന് ശുദ്ധീകരിക്കാനൊന്നും ഉപകരിക്കില്ല. പക്ഷേ ബ്രഹ്മവിദ്യ അഹങ്കാരം നശിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഈ ദേഹാഭിമാനം നശിച്ചാൽ മാത്രമേ ബ്രഹ്മവിദ്യ തെളിയുള്ളൂ. അപ്പോൾ അഹങ്കാരത്തോടുകൂടി ദേഹാഭിമാനത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും ബ്രഹ്മവിദ്യ ലഭിക്കാൻ സഹായമാവില്ല എന്നാണ്. ഒരുപാട് കർമ്മങ്ങൾ ചെയ്യണതൊക്കെ ദേഹാഭിമാനത്തോടു കൂട്ടാണ്. ഞാൻ ഇത്ര യാഗം ചെയ്തു എന്ന് പറയുക ഒരു കാര്യമില്ല. ഇപ്പം നമ്മൾ കണ്ടുല്ലോ പ്രചേതസ്സുകളുടെ കഥയിലൊക്കെ, ഭാഗവതത്തിൽ നാരദൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ലോകം മുഴുവൻ ദർഭപ്പുല്ല് വിരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ഒക്കെ സകാമാണ് സ്വർഗം കിട്ടണം വെച്ചിട്ടേ. അപ്പോൾ അതുപോലെയാണ് ദേഹാഭിമാനത്തോടു കൂടിയിട്ടും അഹങ്കാരത്തോടു കൂടിയും ചെയ്താൽ ഒരു കാര്യമില്ല. കാരണം ബ്രഹ്മവിദ്യ ഉദിക്കണത് അഹങ്കാരനാശത്തിൽ നിന്നാണ്. അതുകൊണ്ട് കർമ്മത്തിനും വിദ്യയ്ക്കും ഒരിക്കലും, കർമ്മവും വിദ്യയും കൂടി മോക്ഷം ലഭിക്കുമെന്ന് പറയണത് അവരുടെ കോമ്പിനേഷൻ ഒട്ടും ശരിയല്ല എന്ന് പറയാണ് ഇതിൽ കേട്ടോ. അതായത് കർമ്മം സകാമമായിട്ട് ചെയ്ത് ഒരു കാര്യമില്ല. നിഷ്കാമ കർമ്മം ഭഗവതർപ്പണമായിട്ട് ചെയ്താൽ നമ്മളെ മനഃശുദ്ധി കൂടും. അല്ലാതെ ദേഹാഭിമാനത്തോടു കൂടി എനിക്ക് ഞാനാണ് ചെയ്യണം എന്നുള്ള ഐ ആം ദ ഡൂവർ അതോടുകൂടി ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് നമ്മളെ കർമ്മ പിന്നെയും നമ്മളെ കൊണ്ട് അങ്ങനത്തെ കർമ്മം ചെയ്യിച്ച കർമ്മബന്ധനം കൂട്ടുക ചെയ്യും.
കേചിദ്വദന്തീതി വിതർക്കവാദിനസ്തദപ്യസദൃഷ്ടവിരോധകാരണാൽ ദേഹാഭിമാനാദഭിവർദ്ധതേ ക്രിയാ വിദ്യാഗതാഹം കൃതിത പ്രസിദ്ധ്യതി. 15. വിശുദ്ധ വിജ്ഞാന വിരോചനാഞ്ചിതാ വിദ്യാത്മവൃത്തിശ്ചരമേതി ഭണ്യതേ ഉദേതി കർമാഖിലകാരകാദിഭിർ നിഹന്തി വിദ്യാഖിലകാരകാദികം. വിശുദ്ധ വിജ്ഞാന വിരോചനാഞ്ചിത, വിശുദ്ധമായ വിജ്ഞാനം അടങ്ങിയിട്ടുള്ള വേദാന്തവാക്യങ്ങളുടെ, വിശുദ്ധ വിജ്ഞാനമാണല്ലോ അടങ്ങിയിരുന്ന അങ്ങനത്തെ വേദാന്തവാക്യങ്ങളുടെ വിശേഷമായ വിചാരത്താൽ കിട്ടുന്ന, അതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ച് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്യാൻ ലഭിക്കുന്ന ചരമ ആത്മവൃത്തി, ഒടുവിലെ ആ ആത്മവിദ്യ, വിദ്യ ഇതി ഭണ്യത, അങ്ങനെ കിട്ടുന്ന അറിവിനെയാണ് നമ്മൾ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. കർമ്മം അഖിലകാരകാദിഭി, സകല കാരകാദികളോടുകൂടെ ഉദേതി ഫലം ലഭിക്കുന്നു. വിദ്യ അതായതോ ബ്രഹ്മവിദ്യോ അഖിലകാരകാദികം, സമസ്തകാരകാദിയെ നിഹന്തി ഹനിക്കുന്നു. അതാണ് പറയണത്. എന്താ വെച്ചാൽ ഈ ആദ്യം പറഞ്ഞില്ലേ കർമ്മം ഒരുപോലെ പ്രധാനമാണ്, അതിനെതിരായിട്ട് പറയുന്നതാണ്. എന്താ വെച്ചാൽ ഈ വിശുദ്ധമായ ആത്മസ്വരൂപജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് വേദാന്തത്തിലത്തെ മഹാവാക്യങ്ങളുടെ ശ്രവണം കൊണ്ടും മനനം കൊണ്ടും അതിനെപ്പറ്റി നിധ്യാസനം ചെയ്തിട്ടുമാണല്ലോ. അങ്ങനെ ലഭിക്കുന്ന ആ ബ്രഹ്മജ്ഞാനം ഉണ്ടല്ലോ, അതാണ് വിദ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് വെച്ചാൽ അതാണ്. എന്ത്? ഈ മഹാവാക്യങ്ങളെ ശ്രവിച്ച് ഉൾക്കൊണ്ട് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് ഉണ്ടാകുന്ന ബ്രഹ്മജ്ഞാനത്തിനാണ് ആൾക്കാർ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവരെയാണ് അതാണ് ശരിക്കും വിദ്യ, അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ അതാണ് എന്നാണ് ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ച ആൾക്കാർ പറയണം. അതായത് സർവം ബ്രഹ്മമയമായി കാണുന്ന ആ അനുഭവജ്ഞാനം ഏതൊന്നാണോ അതിനെയാണ് നമ്മൾ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. എല്ലാറ്റിലും ബ്രഹ്മത്തിനെ കാണണം, സർവം ബ്രഹ്മമയം എന്ന് കാണാൻ കഴിയുന്ന ആ അവസ്ഥയാണ് നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയണത്. അതാണ് ശരിക്ക് ബ്രഹ്മവിദ്യയുടെ സ്വരൂപം. എല്ലാറ്റിലും സർവം ബ്രഹ്മമയായിട്ട് കാണുക, ഈശാവാസ്യമിതം സർവം എന്ന് കാണുക. അപ്പോൾ യജ്ഞാതി കർമ്മം അത് ചെയ്യണ ആള്, കാരണം ഇങ്ങനെ ഫലത്തെ ജനിപ്പിക്കാൻ ഭാവിക്കുമ്പോൾ എന്താച്ചാൽ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് വരും. എന്താച്ചാൽ ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ എന്നുള്ള അനുഭവത്തോടു കൂടിയിട്ട് വരുമ്പോൾ ബാക്കിയെല്ലാം ഇല്ലാത്തതാണെന്ന് വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ അന്യോന്യം വിരുദ്ധാണ് ബ്രഹ്മവിദ്യയും കർമ്മവും. അപ്പോൾ അത് തമ്മിൽ ചേർച്ച ഉണ്ടാവാൻ വഴിയില്ലല്ലോ എന്ന് പറയണം. അതായത് കർമ്മം ചെയ്യും തോറും കൂടുതൽ കർമ്മം ചെയ്യപ്പെടും. നിഷ്കാമ കർമ്മം അല്ലാച്ച ഒരു കാര്യമില്ല. ദേഹാഭിമാനത്തോടു കൂടി കർമ്മം ചെയ്യും തോറും കർമ്മം അഭിവൃദ്ധി പ്രാപിക്കുക ചെയ്യാന്നാണ് പറയണേ. പക്ഷേ ബ്രഹ്മസാക്ഷാത്കാരത്തിന് അത് മുഴുവൻ അഹങ്കാരം മുഴുവൻ നശിക്കണേ. അതുകൊണ്ടാണ് ബ്രഹ്മവിദ്യയ്ക്കും കർമ്മത്തിനും തമ്മിൽ ഒരു ചേർച്ച ഉണ്ടാവാൻ വയ്യ. അതായത് അതിന് ചേർച്ച ഉണ്ടെന്നുള്ള ആ യുക്തിക്കും അത് ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരിതാണ്. അതിന് ചേർച്ച ഉണ്ടെന്നുള്ളതാന്ന് പറയണം. സകല കാര്യങ്ങളെയും ത്യജിച്ചിട്ട് ബ്രഹ്മം പ്രാപിക്കുന്ന ആ അവസ്ഥാവിശേഷമാണ് വിദ്യ. എല്ലാം ത്യജിച്ചിട്ട് നേതി പറഞ്ഞ് ബ്രഹ്മത്തിന് നമ്മൾ ബ്രഹ്മമായി തീരുന്നതാണ് ബ്രഹ്മജ്ഞാനം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ വൃത്തി ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താ? നമ്മുടെ മനസ്സിൽ നിന്ന് ആ ജ്ഞാനം ഉദിക്കാതിരിക്കാൻ എന്താ കാരണം? കാമക്രോധാദി മാലിന്യങ്ങൾ കാരണമാണ്. അപ്പം അതിനെയൊക്കെ നീക്കി ചിത്തശുദ്ധിയെ ജനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കർമ്മം എന്ന് വേദം തന്നെ പറയുന്നുണ്ട്. കർമ്മകാണ്ഡത്തിൽ അത് തരുന്നത് എന്നൊക്കെ പറയണതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നമ്മൾ കഷായം കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചസാര തരാമെന്ന് പറയണ പോലെയാണ്. ശരിക്കും അതിൻ്റെ ഉദ്ദേശം, കർമ്മകാണ്ഡത്തിൻ്റെ ഉദ്ദേശം അതല്ല.
കർമ്മം ചെയ്ത് മനഃശുദ്ധി വരുത്താനാണ്. അങ്ങനെ ശുദ്ധമായ ചിത്തത്തിലല്ലേ വിദ്യ പ്രകാശിക്കുള്ളൂ. അതിനാണ് ഈ കർമ്മം ചെയ്യാൻ പറയണത്. അതായത് എന്നിട്ട് നമ്മുടെ ഈ രാഗദ്വേഷാദികളൊക്കെ നശിച്ച് അന്ധക്കരണം ശുദ്ധമാകുമ്പോൾ ഈ ബ്രഹ്മവിദ്യ ഉദിക്കും. അപ്പം നമുക്ക് ഈ ദേഹാഭിമാനം ഇല്ലാണ്ടാവും, സർവം ബ്രഹ്മമയം എന്ന അനുഭവം ഉണ്ടാവും. ഇതാണ് ഈ ബ്രഹ്മവിദ്യാഫലമായ മോക്ഷത്തിൻ്റെ ഒരു ഇതെന്ന് പറയണം. ഈ അവസ്ഥയിൽ, ഇങ്ങനൊരവസ്ഥയിൽ എത്തിയാൽ എല്ലാം സർവബ്രഹ്മയാകുമ്പോൾ കർത്താവും കർമ്മവും ആ ചെയ്യുന്നതും ഒക്കെ ത്രിപുടി മുടിയും. അതാണ് കർമ്മത്തെ നശിപ്പിക്കും ഏത് ബ്രഹ്മവിദ്യ. അതുകൊണ്ടാണ് കർമ്മത്തിനെ നശിപ്പിക്കുന്ന ബ്രഹ്മവിദ്യയും കർമ്മവും കൂടി ചേർച്ചണ്ടെന്ന് പറയണതിന് അർത്ഥമില്ലല്ലോ എന്ന് പറയണം. അതിൻ്റെ അർത്ഥം കർമ്മം നമുക്ക് ചിത്തശുദ്ധിക്ക് മാത്രമേ കാര്യമുള്ളൂ. ശുദ്ധമായ മനസ്സിലെ ജ്ഞാനം ഉദിക്കൂ. വിശുദ്ധ വിജ്ഞാന വിരോചനാഞ്ചിതാ വിദ്യ ആത്മവൃത്തിശ്ചരമേതി ഭണ്യതേ ഉദേതി കർമാഖില കാരകാദിഭിർനിഹന്തി വിദ്യാഖില കാരകാദികം. എന്നാൽ കർമ്മം ചെയ്യാണ്ട് പറ്റൂല നമുക്ക്. അപ്പം എന്താ ഒരു വഴി? ഭാഗവതല്ലേ പറഞ്ഞത്, ഒറ്റ വഴിയുള്ളൂ. ആ ചെയ്യണ കർമ്മങ്ങൾ മുഴുവൻ നിഷ്കാമമായിട്ട് ഭഗവതാർപ്പണമായിട്ട് ചെയ്യുക. അപ്പം നമുക്ക് കർമ്മബന്ധനം ഇല്ല എന്ന് മാത്രമല്ല, നമ്മൾ രാഗദ്വേഷാദികളൊക്കെ നീങ്ങി ചിത്തം ശുദ്ധാവുമ്പോൾ അവിടെ ബ്രഹ്മവിദ്യ ഉദിക്കും. അതാണ്. ഇനി നോക്കട്ടെ, സമയം നോക്കാം. 26 നിർത്താട്ടോ ഇവിടെ. ഇത് ഈ തത്വങ്ങളാവുകൊണ്ട് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.